ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടപ്പം പാൽക്കറിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: മുട്ടപ്പം ഉണ്ടാക്കാനായിട്ട് 3 മുട്ട, ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില. മസാലപ്പൊടികളുടെ അളവ് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം. പിന്നീട് കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 മുറി നാളികേരത്തിൻ്റെ 1/4 പാൽ, 2/2 പാൽ, സവാള, പച്ചമുളക്, വേപ്പില. പിന്നെ മസാലപ്പൊടികളുടെ അളവ് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ പറയാം. ഇനി നമുക്ക് ആദ്യം ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 മുട്ട, 10 ചെറുള്ളി, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, വേപ്പില, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു പുറഭാഗമായിട്ടുണ്ട്, അപ്പം മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതാണിത്. ഇതൊന്ന് നല്ലപോലെ വെവട്ടെ. നല്ല കട്ടിക്ക് ഉണ്ടാക്കണം. നമുക്കിത് പീസ് ആക്കേണ്ടതാണ്. ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം. ഈ ഓംലെറ്റിനെ നമുക്ക് കുറച്ച് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഓംലെറ്റ് ഇങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ ഒഴിക്കാം. അത് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് വേപ്പില. ഇത് നല്ലപോലെ വഴറ്റാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. കാരണം ഓംലെറ്റിലും ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അവസാനം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. നല്ലപോലെ വാടി വരണം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി ഒരു 1/4 ടീസ്പൂൺ. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2/2 പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായി തിളയ്ക്കാൻ അനുവദിക്കണം. രണ്ടാം പാൽ ഒഴിച്ച് അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 പാൽ ഒഴിക്കാം. ഇതൊന്ന് തിളക്കട്ടെ. 1/4 പാൽ ചേർത്ത് ഒന്ന് കുറുതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓംലെറ്റ് പീസസ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കണം. ഗ്രേവിയുടെ ഒരു ഉപ്പ് എങ്ങനെയുണ്ടാവും നോക്കാം.
ഉപ്പ് പാകത്തിനായിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു ചെറിയ കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മുട്ടയുടെ അളവൊക്കെ കൂട്ടുമ്പോൾ എല്ലാത്തിൻ്റെ അളവ് കൂട്ടേണ്ടതായിട്ട് വരും. നമ്മുടെ മുട്ടപ്പം പാൽക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്വാദുള്ള കറിയാണ്. സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം. ഇത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കൂട്ടാവുന്നതാണ്. ഇത് എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്. ഇതിൽ ഉള്ളി താളിച്ച് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ കടുകും വറ്റൽമുളകും ഇട്ട് താളിക്കണമെങ്കിൽ അതും ചെയ്യാം. ഞാനിവിടെ അത് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം.